സംസ്ഥാന സർക്കാരിന്റെ ഈ വർഷത്തെ രണ്ടാമത്തെ കടമെടുപ്പ് നാളെ 2000 കോടി കൂടി കടമെടുക്കുന്നത് വാർഷികാഘോഷദൂർക്ക് തുടരുന്നതിനിടെ സംസ്ഥാന സർക്കാരിന്റെ ധനകാര്യ മിസ്മാനേജ്മെന്റ് കേരളത്തെ തള്ളിവിട്ടിരിക്കുന്നത് 6 ലക്ഷം കോടിയുടെ കടക്കെണിയിലാണ്. സമാനതകളില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം കടന്നുപോകുന്നത്. ശമ്പളവും പെൻഷനും നൽകാൻ മറ്റ് വഴികളില്ലാതെ വന്നതോടെയാണ് നടപ്പ് സാമ്പത്തിക വർഷത്തിലാദ്യമായി ഏപ്രിൽ 29-ന് സർക്കാർ 2000 കോടി കടമെടുത്തത്. സമാനമായ സാഹചര്യത്തിലാണ് നാളെ വീണ്ടും 2000 കോടി രൂപ കൂടി സംസ്ഥാന സർക്കാർ കടമെടുക്കുന്നതും. റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഇ-കുബർ സംവിധാനത്തിലൂടെയാണ് കടപ്പത്രങ്ങളുടെ ലേലം നടക്കുക. ഡിസംബർ വരെയുള്ള കടമെടുപ്പ് പരിധിയിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് 8276 കോടിയുടെ വർധനവിന് കേന്ദ്രം അനുമതി നൽകിയിരുന്നു. ഇത് സർക്കാരിന് ആശ്വാസമാണെങ്കിലും കേരളം എത്തി നിൽക്കുന്നത് 6 ലക്ഷം കോടിയുടെ കടക്കണിയിലേക്കാണ്. ധനപ്രതിസന്ധി പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാതെ സർക്കാർ കടമെടുപ്പിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും സംസ്ഥാനത്തിന്റെ ബാധ്യത വർദ്ധിപ്പിക്കുന്നു. കേരളത്തിലെ സാമ്പത്തിക ദുരന്തം പരിഗണിച്ച് 2024-25 കാലത്തെ കടമെടുപ്പ് പരിധി 37,512 കോടിയിൽ നിന്ന് പലപ്പോഴായി കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചു നൽകിയിരുന്നു. 48,864 കോടിയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം കേരളം കടമെടുത്തത്. 2025-26 സാമ്പത്തിക വർഷം 45,000 കോടി രൂപ കടമെടുക്കാനാകുമെന്നാണ് ഇപ്പോഴുള്ള വിലയിരുത്തൽ. അതായത് ഓരോ സാമ്പത്തിക വർഷവും പിണറായി സർക്കാർ കേരളത്തിന് ബാധ്യതയാക്കുന്നത് 1.5 ലക്ഷം കോടിയോളം രൂപ. പലപ്പോഴും പ്രവചിക്കപ്പെട്ടതുപോലെ സംസ്ഥാനം നീങ്ങുന്നത് ഗുരുതരമായ സാമ്പത്തിക അടിയന്തരാവസ്ഥയിലേക്ക് തന്നെയെന്ന് സാരം. പ്രജിത് മോഹനൻ, ജനം, തിരുവനന്തപുരം.